വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ മണിക്കോത്ത് മഹേന്ദ്രൻ്റെ ആളുകളാണെങ്കിൽ ഈ കാഹളം കുമാരനെ വന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അന്നേരം നീ മുഖ്യമന്ത്രിയായിരുന്നവർക്ക് വരെ ഒരുപാട് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ടെന്നറിയാം. പരുത്തിക്കുന്ന് കോളനി താമസിക്കുന്നത് കുറേ കുടിയേറ്റക്കാരാണ്, അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുമെന്ന് പറയുകയാണ്. അന്നേരം അത് സർക്കാർ വക പുറമ്പോക്ക് ഭൂമിയാണ്, അവിടെ മഹേന്ദ്രൻ കയറി കളിക്കാറായില്ല. നീ മഹേന്ദ്രനോട് പോയി പറഞ്ഞേല. കാഹളം പത്രം നിർത്തിയപ്പോൾ കുമാരൻ്റെ നാവാണ് പിന്നെ ശബ്ദിക്കുന്നത്, അതിങ്ങനെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും, ജീവൻ പോകുന്നവരെ കാണും, വേറെ വല്ല പണിയും നോക്ക്, അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നോക്ക്, കുമാരൻ വഴങ്ങില്ല എന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഡയലോഗൊക്കെ പറയുന്നുണ്ട്. അന്നേരം നീ തീർന്നടാ തീർന്നോ, ഇനി മുതലാളി തന്നെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കുമാരൻ അങ്ങോട്ട് വഴങ്ങുന്നില്ല. അവസാനം അവർ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം ഈ കുമാരൻ പറയുന്നുണ്ട് മഹേന്ദ്രൻ ഇറങ്ങട്ടെ എന്നിട്ട് കാണാമെന്നും പറഞ്ഞ് കുമാരൻ നിൽക്കുകയാണ്. അതേസമയം വിഷ്ണു ആണെങ്കിൽ തിരികെ വീട്ടിലെത്തുന്നുണ്ട്. അന്നേരമാണെങ്കിൽ അവിടെ ഫാമയും രാഘവന്നായരും പിള്ളയും പൊന്നിയും ശ്യാമയും ഒക്കെ ഉണ്ട്. വിഷ്ണു ഇങ്ങനെ അകത്തേക്ക് വരുമ്പോൾ ഹാളിൽ ഇവരെല്ലാവരും ഉണ്ട്. വിഷ്ണു അങ്ങ് മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണു ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് ഫാമ വിളിക്കുകയാണ്. അന്നേരം എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെ ആദ്യം മനസ്സിലാവുന്നില്ല. നിന്നെ തിരക്കി ഈ വീട്ടിലെ പോലീസുകാർ കയറി ഇറങ്ങുകയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം ഞാനും നിൻ്റെ അച്ഛനും വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നു, ഒരു പെറ്റി കേസിനായിട്ട് പോലും കാക്കിയിട്ട ഒരു പോലീസുകാരനും ഇവിടെ കയറി ഇറങ്ങിയിട്ടില്ല, ഇതിപ്പോൾ നിന്നെ തിരക്കിയാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വഴക്ക് പറയുകയാണ്. അന്നേരം അവരെന്തിനാണ് എൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അച്ഛാ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. അന്നേരം ശ്യാമ പറയുകയാണ്, രണ്ട് പെൺകുട്ടികൾ വളർന്നു വരുന്ന വീടാണ്, ഇങ്ങനെ പോലീസുകാരൊക്കെ കയറി ഇറങ്ങുന്ന വീട്ടിൽ അവരെങ്ങനെയാണ് ശാന്തി സമാധാനത്തോടെ ജീവിക്കുക എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ ശ്യാമയെ നോക്കുന്നുണ്ട്. വിഷ്ണു അതിനൊരു ചെറിയൊരു ഷോക്ക് ആവുന്നുണ്ട് വിഷ്ണുവിന്. അന്നേരം രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, അതെ ഇത് എങ്ങോട്ടായി പറഞ്ഞു കയറി പോകുന്നത്, ഇത് വിഷ്ണു ജനിച്ച് വളർന്ന വീടാണ്, പോലീസുകാർ വന്നു പെൺകുട്ടികളുണ്ട് എന്നും പറഞ്ഞ് അവനെ ഇവിടെ നിന്ന് ഇറക്കി വിടാനൊന്നും ഒക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം നിൽക്കാൻ പറ്റാത്തവരും എല്ലാം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പൊയ്ക്കൊള്ളണമെന്ന് പറയുകയാണ്. അന്നേരം ശ്യാമ ചോദിക്കുകയാണ്, അപ്പോൾ നമ്മളാണ് ഇറങ്ങി പോകേണ്ടതല്ലേ, ഇവിടെ ആയുഷ്കാലം മുഴുവൻ നിന്നോളാമെന്ന് ഞങ്ങൾ ആർക്കും വാക്കൊന്നും കൊടുത്തില്ല, അല്ലെങ്കിൽ തന്നെ ഞങ്ങളെ ഇറക്കി വിടാൻ തയ്യാറായിട്ട് നിൽക്കില്ലേ എന്ന് പറഞ്ഞ് ശ്യാമയും തിരിച്ച് സംസാരിക്കുന്നുണ്ട്. അന്നേരം ഭാമ ചോദിക്കുന്നുണ്ട്, പറഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നത്, ഇതിപ്പോൾ വിഷ്ണുവിന് തിരക്കി പോലീസ് വന്നതാണ് കാര്യമെങ്കിൽ അത് തിരക്കി നോക്കി ഒരു സമാധാനം കണ്ടെത്തുകയാണ് വേണ്ടത്, അല്ലാതെ കുടുംബത്തുള്ള വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിയല്ല വേണ്ടത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശ്യാമ എന്ന് അടങ്ങുന്നുണ്ട്. പക്ഷേ ശ്യാമയ്ക്ക് അകപ്പാടെ ഒരു ദേഷ്യം. പക്ഷേ രാഘവൻ നായർ ശ്യാമയെ നല്ലവണ്ണം കർക്കശമായിട്ട് താക്കീത് ചെയ്യുന്നുണ്ട് വിഷ്ണുവിനെതിരെ അങ്ങനെയൊക്കെ വാക്കുകളൊക്കെ പറയുമ്പോൾ. അന്നേരം ശ്യാമ ഇങ്ങനെ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനിപ്പോൾ എല്ലാവരെയും മനസ്സിലാക്കുക ചെയ്തിട്ടുണ്ട്, അവരെന്തിനാണ് വരുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ കാരണം എൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ പറയുമ്പോൾ ശ്യാമ ഇങ്ങനെ നോക്കുന്നുണ്ട്, അല്ല കുട്ടികൾക്ക് യാതൊരു കുഴപ്പവും വരില്ല എന്ന് പറയുകയാണ്. ഞാൻ കാരണം ആരും ഇറങ്ങിപ്പോണ്ട, ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നമല്ലേ, അതിന് പരിഹാരം ഞാൻ തന്നെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് തിരിയുകയാണ്. അന്നേരം രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, മോനെ നിൽക്കുക എന്ന് പറയുകയാണ്. നീ ഇത് എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെ പരിഹാരം കാണാൻ, ഇങ്ങനെ ഇറങ്ങിപ്പോയി പരിഹാരം കാണാനോ, അതൊന്നും പറ്റില്ല, ഈ വീട് എന്ന് പറയുന്നത് എൻ്റെ വിയർപ്പാണ്, എൻ്റെ അധ്വാനമാണ്, അതിൽ നിനക്ക് അവകാശമുണ്ട്, നിനക്ക് കൂടി തന്നെയാണ്, അതങ്ങനെ വരുന്നവരും പോരോന്നും വിചാരിച്ചാലും നിന്നെ അവിടെ ഇറക്കി വിടാനോ അത് മായ്ച്ചു കളയാനോ ഒന്നും പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവിനൊരു ആശ്വാസം ആവുന്നുണ്ട്. ഭാമയ്ക്കും വിഷമം തോന്നുന്നു. വിഷ്ണു ശബ്ദം ഇടറിയിക്കണം അങ്ങനെ പറയുന്നത്. വിഷ്ണു സംസാരിക്കുന്നത്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, അച്ഛാ ഞാൻ എല്ലാവരെയും മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തു, പക്ഷെ എന്നെ ആരും മനസ്സിലാക്കിയില്ല, എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ പോലീസുകാരിവിടെ വരാതിരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം, പക്ഷെ അത് എത്രത്തോളം വിജയിക്കുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് ഇറങ്ങി തിരിച്ച് വന്ന വഴിയും ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം ശ്യാമയെ ഇങ്ങനെ രാഘവൻ നായർ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഭാമയോട് ചോദിക്കുകയാണ്, എന്താ ഭാമ ഇത്, തൃപ്തിയായോ നിനക്ക്, അവൻ ഇങ്ങനെ വിഷമിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തിയപ്പോൾ നിനക്ക് തൃപ്തിയായി, വെറുതെ കാര്യമില്ലാത്ത കാര്യത്തിനെന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ അങ്ങോട്ട് പിറുപിറുക്കുകയാണ്. പിള്ളയും പൊന്നിയൊക്കെ അത് കേട്ട് നിൽക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു പിന്നെ ബുള്ളറ്റിലാണ് വന്നത്, വണ്ടിയുടെ അടുത്തേക്ക് ചെന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അന്ന് ഭാമയ്ക്ക് ആകപ്പാടെ വിഷമാവുന്നുണ്ട് വിഷ്ണു അങ്ങനെ പറഞ്ഞിട്ടൊക്കെ പോയപ്പോൾ. എന്നിട്ട് ഭാമ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ വിഷ്ണു അവിടെ നിൽക്കുകയാണ്. അന്നേരം മോനെ വിഷ്ണു എന്നിങ്ങനെ വിളിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം വിഷ്ണുവിനെ ആ സമയത്ത് വിഷ്ണുവിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു നഴ്സ് വിളിക്കുന്നുണ്ട്, സ്കാനിങ് റിപ്പോർട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അന്നേരം ഞാൻ ഉടനെ അങ്ങോട്ട് വരാം എന്നിങ്ങനെ വിഷ്ണു പെട്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് വണ്ടി എടുക്കുകയാണ്. അന്നേരം മോനെ വിഷ്ണു എന്നിങ്ങനെ ഫാമ വീണ്ടും പിന്നെ സങ്കടത്തോടെ വിളിക്കുകയാണ്. അന്നേരം അമ്മേ ഞാനിപ്പോൾ വരാം എന്നിങ്ങനെ പറയുമ്പോൾ ഫാമയ്ക്ക് ഇങ്ങനെ ആശ്വാസമാവുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു വണ്ടി എടുത്ത് പോവുകയാണ്.
ഈ സമയം ശാലിനിയാണെങ്കിൽ തൻ്റെ ഓഫീസിലേക്ക് കമലിനെ വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി ആകപ്പാടെങ്കിൽ ദേഷ്യത്തിലാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ മര്യാദയുടെ ഭാഷയിലാണ് ചോദിക്കുന്നത്, കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാതെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ ചോദിക്കുന്ന രീതി മാറും, ആൾ മാറും, പിന്നെ നിനക്ക് രക്ഷപ്പെടാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ്. ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയാണ് പോയത്, നീ നിൻ്റെ ആശാനും കൂടി വിഷ്ണുവേട്ടനും കൂടി എവിടെയാണ് പോയതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എന്നെ ഏട്ടത്തിയമ്മ എന്ന് പറഞ്ഞിട്ട്, അല്ല സോറി മാഡം, ഞാൻ എങ്ങും പോയിട്ടില്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ശാലിനി ആ മേശപ്പുറത്തേക്ക് ഒരു കൈവച്ചിങ്ങനെ ഒരു ഒറ്റ അടി അടിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ചാടി അങ്ങോട്ട് എഴുന്നേക്കുകയാണ്. അന്നേരം കമലിനൊന്ന് പേടിച്ച് പോകുന്നുണ്ട്. അന്നേരം നീ നിൻ്റെ ആശാനും കൂടി ഇന്നലെ രാത്രി എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, എന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, അത് കറക്റ്റായിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യുന്നത് പിന്നെ പോലീസുകാരായിരിക്കും, ഞാൻ തടയത്തൊന്നുമില്ല, അവർ ഇടിച്ചു പിഴിഞ്ഞ് നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കും, ഞാൻ ഒരിക്കലും അവർക്ക് സമ്മതം കൊടുക്കുകയുള്ളൂ, നീ അതൊന്നും താങ്ങൂല, അതുകൊണ്ട് പിന്നെ ആശാനും ശിഷ്യനും കൂടി ജയിലിൽ പോയി കിടക്കും, നീ കൂട്ടുപ്രതിയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മര്യാദയുടെ ഭാഷയിൽ നല്ല രീതിക്ക് പറയേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം കമലിനും ആദ്യം ഒത്തിരി ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ചെയ്യും, പിന്നെ അത് നിന്നെക്കൊണ്ട് സഹിക്കാനേ പറ്റില്ല, എല്ലാം കൂടി വെളിയിൽ വരും, ഒരിക്കലും എനിക്കും രക്ഷിക്കാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് ഒന്ന് തുറന്ന് പറയ്, എന്താ സംഭവിച്ചത്, നിങ്ങൾ രണ്ടുപേരും കൂടി എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത്, എന്തൊക്കെയാണ് ഒളിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം കമലം പറയുന്നുണ്ട്, പിന്നെ ആശാനാണെങ്കിൽ പിന്നെ മേഡം കാണുന്നതിന് മുമ്പേ ആശാനെ ഞാൻ കണ്ടു തുടങ്ങിയതാണ്, ആശാൻ്റെ മനസ്സിൽ ഒരു സ്ഥാനം പിടിച്ചതാണ് ഞാൻ, അതിപ്പോൾ എന്തിൻ്റെ പേരിലായാലും എൻ്റെ ആശാനെ ഞാൻ ഒറ്റ കൊടുക്കില്ല, പിന്നെ ഭക്ത ഹനുമാൻ്റെ ഹൃദയം തുറന്നു കാണിക്കുമ്പോൾ ശ്രീരാമന് മുന്നേ തുറന്നു കാണിച്ചപ്പോൾ ശ്രീരാമൻ്റെ ഇടമല്ലായിരുന്നു, അതുപോലെ എൻ്റെ ഹൃദയത്തിന് എൻ്റെ ആശാൻ ഏട്ടത്തിയമ്മയുമാണ്, അങ്ങനെയുള്ള ഒരു ആശാനെ ഞാൻ ഒറ്റ കൊടുക്കത്തുള്ളൂ, എനിക്കിനി എന്ത് സംഭവിച്ചാലും എൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും എൻ്റെ കൊക്കിൽ ശ്വാസം ഉള്ളിടത്തോളം കാലം എൻ്റെ ആശാനെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല, അതിപ്പോൾ ഏത് പോലീസുകാർ വന്നാലും എങ്ങനെ ചവിട്ടി തേച്ചാലും ഞാൻ പറയില്ല, ഒറ്റ കൊടുക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. ഇത്രയൊക്കെ പറഞ്ഞാൽ പോരെ മാഡം, ഇനിയിപ്പോൾ മാഡത്തിന് പോലീസിനെ വിളിക്കണമെങ്കിൽ വിളിക്കാം എന്നിങ്ങനെ കമല അങ്ങ് കരഞ്ഞു പറയുകയാണ്. അന്നേരം ശാലിനിക്കും ആകപ്പാടെ വിഷമമൊക്കെ വരുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ കമലിനെ തന്നെ നോക്കുകയാണ്. ശാലിനിക്ക് മനസ്സിലാവുന്നുണ്ട് കമലിന് എന്തൊക്കെ ചോദിച്ചാലും വിഷ്ണുവിനെതിരായിട്ട് ഒരു വാക്ക് പോലും കമല ഒന്നും പറയില്ല എന്നുള്ളത്. ഇനിയിപ്പോൾ ആശാൻ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സിൽ ഭദ്രമായിരിക്കും എന്നുകൂടി കമലം പറയുകയാണ്. അവസാനം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. കമലൻ ശാലിനിയോടൊന്നും പറയുന്നുമില്ല. ശാലിനിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് കമലിന് ഇന്ന് ഒന്നും കിട്ടില്ല എന്നുള്ളത്. തുടർന്ന് കളക്ടറേറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് കമലിനാണെങ്കിൽ അവിടെ തൊട്ടടുത്ത് അങ്ങോട്ട് നിന്നുകൊണ്ട് തന്നെ വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. വിഷ്ണു ഹോസ്പിറ്റലിലേക്ക് പോണ വഴിയാണ്. ബൈക്ക് നിർത്തി ബുള്ളറ്റ് നിർത്തി ഫോൺ എടുക്കുന്നുണ്ട്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഏട്ടത്തിയമ്മ എന്നെ കളക്ടറേറ്റിൽ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്ന് പറയുകയാണ്. അന്നേരം നിൻ്റെ വായിൽ നിന്ന് വല്ലതും വീണോ, അബദ്ധത്തിൽ വല്ലതും വീണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊന്നും വീണില്ല, ഏട്ടത്തിയമ്മ IAS ആണെങ്കിൽ ഞാൻ ഭരചന്ദ്രൻ IPSൻ്റെ ആളാണ്, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ കുറേ ചോദ്യങ്ങൾക്ക് മറുപടി അങ്ങോട്ട് കൊടുത്തു, പിന്നെ കുറേ സെൻറ്റിമെൻറ്റും അങ്ങോട്ട് വിട്ടിട്ടുണ്ട്, പിന്നെ പിടിച്ചു നിൽക്കാനായില്ല, എൻ്റെ കയ്യിൽ നിന്നൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ എന്നെ പറഞ്ഞു വിട്ടു എന്ന് പറയുകയാണ്. അന്നേരം എന്നിട്ട് നീ ഇപ്പോൾ എവിടെ നിന്നാണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് കളക്ടറേറ്റിൽ നിന്ന് തന്നെയെന്ന് പറയുന്നുണ്ട്. അന്നേരം അവിടെ CCTV വല്ലതും കാണും, നീ ഒന്ന് നോക്കിയെന്ന് പറയുമ്പോൾ കമലം ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട്. ഇവിടെ എങ്ങും ഒന്നുമില്ല എന്ന് പറയുകയാണ്. അന്നേരം CCTV ഫുട്ടേജൊക്കെ ഇപ്പോൾ തെളിവാണെന്ന് പറയുമ്പോൾ വന്നിനെ ഒന്നും വിളിച്ച് പറയാൻ പോലും വയ്യാത്ത അവസ്ഥയായും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് വേറെ എന്തൊക്കെ ചോദിച്ചു എന്ന് ചോദിക്കുകയാണ്. അന്നേരം ജീപ്പിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു, ജീപ്പ് കാണാതെ പോയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെ കുറേ കളികളൊക്കെ നടത്തിയിട്ടല്ലേ നമ്മളിവിടെ നിൽക്കുന്നത് എന്ന് കളക്ടർക്ക് അറിയില്ലല്ലോ എന്ന് പറയുകയാണ്. ദൃശ്യത്തിലെ ജോർജ് കുട്ടിയെ പോലെ ഞാൻ അങ്ങോട്ട് പിടിച്ചു നിന്നു, പിടി കൊടുത്തേയില്ല എന്ന് പറയുന്നുണ്ട്. തുടർന്ന് കമലൻ ചോദിക്കുന്നുണ്ട്, അല്ല ആശാൻ ഈ പറയുന്നതിന് ആശാൻ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഈ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം മൊത്തം ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവും കുറേ ഡയലോഗൊക്കെ പറയുന്നുണ്ട്. അന്നേരം കമലിന് മനസ്സിലാവുന്നില്ല വിഷ്ണു പറയുന്നത് എന്താണെന്ന്. അന്നേരം കമലൻ ചോദിക്കുന്നുണ്ട്, അല്ല ആശാൻ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ പോവുകയാണ്, റിപ്പോർട്ട് വാങ്ങിക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആശാനെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ലടാ, നിങ്ങളൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചതല്ലേ ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. അന്നേരം കമലിൻ്റെ ഒരു വെപ്രാളപ്പെട്ടുള്ള ചോദ്യം കണ്ടിട്ട് നീ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇല്ല ആശാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കിപ്പോഴാണ് മനസ്സിലായതെന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോൺ വയ്ക്കുകയാണ്. ജീപ്പിൻ്റെ കാര്യം പറയുമ്പോൾ വിഷ്ണു മൂടിയിട്ടിരിക്കുന്ന ജീപ്പൊക്കെ ഇങ്ങനെ ഓർമ്മിക്കുന്നുണ്ട്. ശാലിനി ആ ജീപ്പിൻ്റെ കാര്യമൊക്കെ കമലിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കമലം ആണെങ്കിൽ ഫോൺ വെച്ച ശേഷം വീണ്ടും ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട്. ഈശ്വര CCTV വല്ലതും ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞിട്ട് കമലിനും പോകുന്നുണ്ട്. വിഷ്ണു വണ്ടി എടുത്ത് പോവുകയാണ്.
അതേസമയം ഐ ജി ഹമീദിനെ കാണാനായിട്ട് അബൂബക്കർ എത്തുന്നുണ്ട്. അബൂബക്കർ ആകെ ദേഷ്യത്തിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഐ ജി പറയുന്നുണ്ട്, എടോ ഞാനൊരു പോലീസ് സേനയുടെ മുഴുവൻ മേധാവിയാണ്, എനിക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. തൻ്റെ സുഹൃത്തായിരിക്കാം, പക്ഷേ പരിമിതികളുണ്ട് എന്ന് പറയുമ്പോൾ എന്തോന്ന് പരിമിതി? എൻ്റെ മകനെ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ പിന്നെ വേരെറ്റുപോയി, എൻ്റെ കുടുംബം വേരെറ്റുപോയി എന്ന് കേട്ടിട്ടില്ല. അബൂബക്കറിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല എന്ന് പറയുകയാണ്. അതൊന്നും കണ്ടെത്താനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിച്ചില്ലല്ലോ എന്ന് പറയുകയാണ്. എൻ്റേതായ വഴിക്ക് ഞാനിനി അങ്ങോട്ട് ഇറങ്ങുമെന്ന് പറയുകയാണ്. അന്നേരം നിയമം കയ്യിലെടുത്ത് നിയമപാലകരെ വെല്ലുവിളിക്കാനാണ് തൻ്റെ ഉദ്ദേശമെങ്കിൽ താനും കുഴപ്പത്തിലാവും ഞാനും കുഴപ്പത്തിലാവും എന്ന് പറയുകയാണ്. അന്നേരം ഇനി എനിക്ക് എന്തോന്ന് കുഴപ്പം ഉണ്ടാകാനാണ്? എൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടോ, മരിച്ചോ, ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഇതുവരെ എന്ത് കണ്ടെത്താനായിട്ട് സാധിച്ചു? ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് താൻ എന്ത് മലയാ മറിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഹമീദിന് ദേഷ്യം വരുന്നുണ്ട്. താൻ എൻ്റെ ഓഫീസിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം തൻ്റെ ഓഫീസിലായിട്ട് എന്താ ഇതിനൊന്നും ഉത്തരം കണ്ടെത്താനായിട്ട് തനിക്ക് സാധിച്ചില്ലല്ലോ, അപ്പോൾ ആ കസേരയിൽ ഇരിക്കാനായിട്ട് തനിക്ക് ഒരു യോഗ്യതയില്ല. ആ ഗോപാലകൃഷ്ണൻ, പിന്നെ വിഷ്ണു, വേലായുധൻ ഇവരെല്ലാം കൂടി കൂട്ടി വിളിച്ചങ്ങോട്ട് ചോദ്യം ചെയ്താൽ ഉത്തരമെല്ലാം കിട്ടും. അതിന് തൻ്റെ പോലീസുകാർ കഴിയുമോ? ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ്, എനിക്ക് വേണ്ട ഉത്തരമെല്ലാം അവരെ കൊണ്ട് ഞാൻ ഛർദ്ദിപ്പിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അന്നേരം താൻ നിയമം കയ്യിലെടുക്കുമെന്ന് പറയുമ്പോൾ താനൊന്ന് പോടുമെന്നൊക്കെ പറഞ്ഞ് അബൂബക്കർ ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഇനി ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കോളാം, നിങ്ങളുടെ ആരെയും സഹായം വേണ്ട എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് അബൂബക്കർ ഇറങ്ങി പോവുകയാണ്. പക്ഷേ ഹമീദ് വിളിച്ചിട്ടൊന്നും അബൂബക്കർ നിൽക്കുന്നുമില്ല. ഹമീദിനെ കുറേ ആക്ഷേപിച്ച് അപ്പോൾ പിന്നെ ആ ഒരു ഐ ജി പദവിയൊക്കെ ആക്ഷേപിച്ചൊക്കെ ഈ അബൂബക്കർ സംസാരിക്കുന്നുണ്ട്. ഇതേസമയം വിഷ്ണുവിൻ്റെ ജീപ്പാണെങ്കിൽ പോലീസുകാർ കണ്ടെത്തുന്നുണ്ട്. വിഷ്ണുവിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. അന്നേരം മുറ്റത്തിങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയാണെങ്കിൽ വിഷ്ണു നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പൊടിയും വെയിലും ഒക്കെ കൊണ്ട് കിടക്കുന്ന വിഷ്ണു നോക്കിയൊക്കെ നിൽക്കുകയാണ്. അന്നേരം കമല ഫോൺ വിളിക്കുന്നുണ്ട്. അന്നേരം ആശാനിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ സ്റ്റേഷനിലാണ്, വണ്ടി എടുക്കാനായിട്ട് വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം ഏട്ടത്തിയമ്മ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം അവരെന്താ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പോലീസുകാരല്ലേ, കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്, അവരെന്താ പറയുന്നതെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയുകയാണ്. അന്നേരം ആശാൻ സംസാരിക്കുകയില്ലെങ്കിൽ നമുക്ക് മറ്റു വഴി നോക്കാമെന്നിങ്ങനെ പറഞ്ഞ് കമല ഫോൺ വയ്ക്കുന്നുണ്ട്. അവിടുന്ന് വിഷ്ണു അങ്ങ് സ്റ്റേഷനിൽ അവിടെ ജീപ്പിൻ്റെ അവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് വീണ്ടും ആ രേഷ്മയാണെങ്കിൽ സ്റ്റേഷനകത്തുനിന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിന് രേഷ്മ ആദ്യം കാണുന്നുണ്ട്. പക്ഷേ മൈൻഡ് ചെയ്യാതെ അങ്ങ് സ്കൂട്ടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ആ രേഷ്മ എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് ചെല്ലുകയാണ്. അന്നേരം താൻ ഇതുവരെ പോയില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഈ കേസ് എന്നെയും കൊണ്ടേ പോവുകയുള്ളൂ, വല്ലാത്ത പ്രശ്നങ്ങളാണ്, എൻ്റെ ഒരു തലവിധി എന്നിങ്ങനെ പറയുകയാണ്. വിഷ്ണുവിന് സംഭവം മനസ്സിലാവുന്നില്ല. അന്നേരം എന്താണ് സംഗതിയും താൻ ഇതുവരെ ഒന്ന് സൂചിപ്പിക്കുക പോലും ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പ്രശ്നം എന്നെ കല്യാണം കഴിച്ച ആൾ തന്നെയാണ്, സംഗതി ഡിവോഴ്സ് ആയെങ്കിലും അത് അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല, വീണ്ടും എന്നെ ഉപദ്രവിക്കാനുള്ള ശ്രമം തന്നെയാണ്, ഇപ്പോൾ എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്, ഇതെന്നെയും കൊണ്ടേ പോകുമെന്നും പറഞ്ഞ് രേഷ്മ പറയുകയാണ്. വിഷ്ണു സംഭവം ഒന്ന് മനസ്സിലായി ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നു. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ രേഷ്മയുടെ പിന്നിൽ വേറെന്തെങ്കിലും കള്ളക്കളികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതോ ഇനി സംഭവം സത്യമാണോ, ഇനി വിഷ്ണു അതിൽ ഇടപെട്ട് വേറെന്തെങ്കിലും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഇനിയാണ് വിഷ്ണുവിനെ ഡോക്ടർ വിളിക്കുന്നതും വിഷ്ണു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആ ഒരു ഓപ്പറേഷൻ്റെ കാര്യമൊക്കെ പറയുന്നത്. അതൊക്കെ നോക്കാം. ഓക്കെ, താങ്ക് യു.